ഹായ് ഫ്രണ്ട്സ്, ആർഫ്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ 23,600-നും 23,700-നും ഇടയിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു റേഞ്ച് ബൗണ്ട് പ്രകടനത്തിന് ശേഷം നിഫ്റ്റി ഇന്ന് 23,700-ന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മോർണിംഗ് സെഷനിൽ അതിശക്തമായ മുന്നേറ്റം നിഫ്റ്റി 23,800 ബ്രേക്ക് ചെയ്തെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ടേക്ക് വന്നു. 23,700-ൽ പക്ഷേ സപ്പോർട്ട് എടുത്ത് വീണ്ടും ബൈങ് നടന്നതായിട്ട് കാണാം. അപ്പോൾ ഫൈനലായിട്ട് 23,719-ലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് 64 പോയിന്റിന്റെ ഒരു ഗെയിൻ ആണ്. അപ്പോൾ 23,700 എന്നുള്ള ആ ഒരു നിർണായക റെസിസ്റ്റൻസ് ലെവൽ മറികടക്കാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സൈനാണ്. അതുകൂടാതെ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കണ്ടത് ഇന്ത്യൻ റൂപ്പി കുറച്ച് ശക്തിപ്പെടുന്നതായിട്ടാണ്. അപ്പോൾ അത് ഡോളറിനെതിരെ 95.5 എന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ RBI അതിശക്തമായി ഇടപെട്ടതുകൊണ്ട് റൂപ്പി ഒരു സ്ഥിരത കൈവരിക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. എങ്കിൽ പോലും മാർക്കറ്റിനെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണവിലയിലെ വർധനവ്, അതുപോലെ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ആശങ്കകൾ, അതുപോലെ റിസർവ് ബാങ്ക് പലിശ ഉയർത്തിയേക്കുമോ എന്നുള്ള ആശങ്ക, ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കൂടാതെ US-ഇറാൻ ചർച്ചകളിലുള്ള ആ ഒരു അനിശ്ചിതത്വം, അതാണ് മാർക്കറ്റിനെ കൂടുതൽ മുന്നോട്ടേക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ ചില നല്ല സൂചനകളുണ്ടെന്ന് വാഷിങ്ടൺ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഒരു ഫൈനൽ ഡീൽ ഉടൻ എത്തിച്ചേരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും യാതൊരു ഉറപ്പും ആർക്കും നൽകാൻ കഴിയുന്നില്ല. ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ 2 പക്ഷങ്ങളും പുതിയ നിർദ്ദേശങ്ങൾ കൈമാറുകയും ചർച്ചകൾ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നിലവിലെ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഈ ചർച്ചകൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുമുണ്ട്. എന്നാൽ ഇറാന്റെ കൈവശമുള്ള ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് US പിടിച്ചെടുത്ത് നശിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ ഈ ഒരു ആണവ ശേഖരം രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നാണ് ഇറാന്റെ പക്ഷം. അപ്പോൾ ഇതാണ് നിലവിലുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു വിഷയം. രണ്ടാമത്തെ കാര്യം, ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഒരു പ്രധാന പാതയായിട്ടുള്ള ഹോർമുസ് സ്ട്രെയ്റ്റ്, അതിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ തന്നെ ആയിരിക്കണമെന്ന് ഇറാൻ വാശി പിടിക്കും. എന്നാൽ അവിടെ യാതൊരുവിധ ടോൾ പിരിവോ നിയന്ത്രണങ്ങളോ അനുവദിക്കില്ലെന്ന് US-ഉം വാദിക്കുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വിഷയം. ഈ 2 വിഷയങ്ങളിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാനും US-ഉം ഇത്ര നാളായിട്ടും യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ വിഷയങ്ങളിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു ഫൈനൽ ഡീൽ എത്തുക എന്നുള്ളതാണ് മാർക്കറ്റിനെ അലട്ടുന്ന ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് പരിശോധിച്ചാൽ അത് ഇപ്പോഴും 100-ന് താഴെ പോയിട്ടില്ല. ഇപ്പോൾ 105 എന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 100-ന് താഴെയൊക്കെ ക്രൂഡ് ഓയിൽ പ്രൈസ് പോയാൽ മാത്രമേ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡീലിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ അതിൻ്റെ മുന്നേറ്റത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് സെക്ടറുകളാണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിലുള്ള പ്രധാനപ്പെട്ട ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായ മുന്നേറ്റമാണ് ഇന്ന് മാർക്കറ്റിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. അപ്പോൾ നിഫ്റ്റി ബാങ്കും നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസും 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം ഇന്ന് നടത്തിയതായിട്ട് കാണാം. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ പ്രൈവറ്റ് ബാങ്കുകളിലാണ് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ജൂൺ 5-ന് നടക്കാനിരിക്കുന്ന RBIയുടെ പോളിസി കമ്മിറ്റി മീറ്റിംഗ്, അവർ ഈ പലിശ നിരക്ക് ഉയർത്താനുള്ള സാധ്യത പൊതുവെ മാർക്കറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പൊതുവെ മാർക്കറ്റ് വിലയിരുത്തുന്നത് അത്തരത്തിലൊരു റേറ്റ് ഹൈക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ മാസങ്ങളിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ RBIയുടെ ത്രഷോൾഡ് ആയിട്ടുള്ള 4% നിൽക്കുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ വലിയ തോതിൽ കുതിച്ചു വരാത്തൊരു സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ട് രാജ്യത്തിന്റെ ആ ഒരു സാമ്പത്തിക വളർച്ചയെ സ്ലോ ഡൗൺ ചെയ്യാൻ RBI ഒരിക്കലും മുതിരില്ല. കൂടാതെ രാജ്യത്തിന്റെ ആ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ GDP വളർച്ചാ നിരക്ക് നിലനിർത്താൻ പലിശ നിരക്കുകളും സ്ഥിരമായിട്ട് താഴോട്ടേക്ക് വന്നുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. അതുകൂടാതെ RBI റേറ്റ് ഹൈക്ക് കൂട്ടാൻ സാധ്യതയില്ല എന്ന് പറയുന്നതിന് മറ്റൊരു കാരണമായിട്ട് പറയുന്നത്, RBI മികച്ച രീതിയിൽ ഫോറക്സ് റിസർവ് കൈകാര്യം ചെയ്യുന്നത് വഴി ഇന്ത്യൻ രൂപയ്ക്ക് വലിയ ഇടിവ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രൂപയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരക്ക് കൂട്ടേണ്ട അടിയന്തര സാഹചര്യം ഇല്ലെന്നാണ് മാർക്കറ്റ് അനലിസ്റ്റുകളുടെ ഒരു നിഗമനം. ഇപ്പോൾ റോയിറ്റേഴ്സ്, ബ്ലൂംബർഗ് പോലെയുള്ള പ്രമുഖ ഏജൻസികൾ അവർ ഈ ഫൈനാൻഷ്യൽ അനലിസ്റ്റുകളുടെ ഇടയിൽ നടത്തിയ ഒരു സർവേ പ്രകാരം 90% ആളുകൾ പ്രവചിക്കുന്നത് നിരക്കിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ്. എങ്കിൽ പോലും പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റാത്ത ചില റിസ്ക് ഘടകങ്ങൾ RBIയുടെ മുന്നിലുണ്ട്. അതിലൊന്ന് ഈ ക്രൂഡ് ഓയിൽ പ്രൈസിലുള്ള വർധനമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയർന്നാൽ അത് ഇന്ത്യൻ ഇൻഫ്ലേഷൻ ഇനിയും കൂട്ടും. കൂടാതെ ഈ കാലവർഷത്തിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന മൺസൂൺ സീസൺ അവിടെ മഴ വളരെ കുറവായിരിക്കുമെന്നും അത് ഫുഡ് ഇൻഫ്ലേഷൻ കൂട്ടുമെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകളും ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി നിരക്ക് കൂട്ടിയിട്ടില്ലെങ്കിലും ഒരു ഹോക്കിഷ് നിലപാടായിരിക്കും RBI എടുക്കുക എന്നാണ് പൊതുവെ കണക്കൂട്ടപ്പെടുന്നത്. റേറ്റ് കട്ട് ഇനി ഉണ്ടാകാൻ കുറേ കാലതാമസമെടുക്കും.
അതേസമയം റേറ്റ് കൂട്ടാനുള്ള സാധ്യത കൂടുതലുമായിരിക്കും. ആ രീതിയിലുള്ള ഒരു സ്റ്റാൻസ് ആയിരിക്കും RBI എടുക്കുക. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഷൻ പൊതുവെ പറയുന്നത് 90% സാധ്യത റേറ്റ് മാറ്റമില്ലാതെ തുടരാനാണെങ്കിലും ഒരു 10% സാധ്യത റേറ്റ് ഹൈക്കിനും ഉണ്ട് എന്നാണ് മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇന്ന് മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണെങ്കിലും ഹെൽത്ത് കെയർ, ഫാർമ സെക്ടറുകളിൽ നല്ല ഇടിവുണ്ടായിരുന്നു. നിഫ്റ്റി ഫാർമ 1% താഴോട്ടേക്ക് പോയി. അതുപോലെ നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 1.5% താഴോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു സെക്ടർ റൊട്ടേഷൻ നടന്നു എന്ന് വേണം അനുമാനിക്കാം. കാരണം ഇന്ന് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് സെക്ടറിൽ ഒരു കുതിപ്പുണ്ടായപ്പോൾ ഈ ഫാർമ അതേപോലെ ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ആ പണം ആയിരിക്കാം ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാകുക എന്നാണ് മനസ്സിലാകുന്നത്. അത് കാരണം ഫാർമ ഹെൽത്ത് കെയറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി എന്ന് വേണം കരുതാൻ. കാരണം അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവ് വാർത്തകൾ ആ സെക്ടറിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെന്റ് മുന്നേറിയെങ്കിലും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് 7%, ഏകദേശം 8% താഴേക്ക് പോയതായിട്ടാണ്. അപ്പോൾ ഇവിടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഓഫേഴ്സുമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു PSU കമ്പനിയാണ്. ഗവൺമെൻറ് തങ്ങളുടെ കയ്യിലുള്ള ഓഹരികളിൽ നിന്ന് 8% ഓഹരികളാണ് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഓഫർ ഫോർ സെയിലാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ള വിലയേക്കാൾ ഏകദേശം 8.5% ഡിസ്കൗണ്ടിലാണ് ഗവൺമെൻറ് ഇതിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഫ്ലോർ പ്രൈസ് 31 രൂപയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത് 2455 കോടിയുടെ ഒരു സമാഹരണമാണ്. ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച നോൺ റീറ്റെയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വിൻഡോ തുറന്നിരിക്കുന്നത്. അപ്പം മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ അവർക്ക് മാത്രമായിട്ടുള്ള ഒരു ബിഡിംഗ് ആണ് ഇന്ന് നടന്നത്. അപ്പം ഇന്നത്തെ ഒരു റിപ്പോർട്ട് പ്രകാരം അത് ഓവർ സബ്സ്ക്രൈബ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അതായത് ഇന്നത്തെ ബിഡുകളുടെ മൂല്യം 2380 കോടിയാണ്. അതായത് ഗവൺമെൻറ് നിശ്ചയിച്ചതിനേക്കാൾ 2 ഇരട്ടിയോളം അധികം തുകക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഓഫേഴ്സ് പ്രഖ്യാപിച്ചത് കൊണ്ട് ഏകദേശം 8% ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇടിഞ്ഞെങ്കിലും വൻകിട നിക്ഷേപകർ ഈ ഓഹരി വാങ്ങാൻ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഈ സ്റ്റോക്കിൻ്റെ ഭാവി വളരെ ശോഭനമാണ് എന്നാണ് അത് നൽകുന്ന സൂചന. അപ്പോൾ മെയ് 25 തിങ്കളാഴ്ച റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ ബാങ്ക് എംപ്ലോയീസിനുമൊക്കെ ബിഡ് ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ ആകെ വിൽക്കുന്ന ഓഹരികളുടെ 10% റീറ്റെയിൽ നിക്ഷേപകർക്കായിട്ട് മാറ്റിവെച്ചത്. ബാക്കിയൊക്കെ ബിഗ് ഇൻവെസ്റ്റേഴ്സിനാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ സ്റ്റേക്ക് വിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റോക്കിൽ ഗവൺമെൻറ്റിനുള്ള സ്റ്റേക്ക് 89.27%. എന്നാൽ സെബിയുടെ ഒരു നിയമപ്രകാരം ഏതൊരു ലിസ്റ്റഡ് കമ്പനിയിലും പൊതുജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 25% പങ്കാളിത്തമെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഹോൾഡിങ് 75% താഴോട്ടേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലക്കാണ് 8% ഓഹരികൾ വിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓഫേഴ്സിലൂടെ ഗവൺമെൻറ് വിൽക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്ക് 81.27% ആയിട്ട് കുറയും. അപ്പോൾ ഇനിയും അവിടെ ഓഫേഴ്സിൻ്റെ സാധ്യത ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഓഫേഴ്സ് ചെയ്യുമ്പോൾ നിലവിലുള്ള മാർക്കറ്റ് വിലയേക്കാൾ ഡിസ്കൗണ്ട് പ്രൈസിൽ വിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് സ്റ്റോക്ക് ഇടിഞ്ഞത്. പക്ഷേ ഈ സ്റ്റോക്കിൽ വമ്പിച്ച ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ നിലയിലേക്ക് സ്റ്റോക്ക് പ്രൈസ് തിരിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലെവലുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നിന്ന് 23,700 എന്നുള്ള ഒരു നിർണായകമായ റെസിസ്റ്റൻസ് തകർത്ത് മുകളിലോട്ട് കയറിയത് വരും ദിവസങ്ങളിൽ ഒരു ബുള്ളിഷ് മൂവിനുള്ള ഒരു സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് 23,700, 23,500 എന്ന ലെവലിലാണ്. കാരണം ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 23,700, 23,500 ശക്തമായ പുട്ട് റേറ്റിംഗ് നടന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ലെവലിൽ നിന്നും മാർക്കറ്റ് താഴോട്ടേക്ക് പോകാൻ സാധ്യത കുറവാണെന്ന് ട്രേഡേഴ്സ് വിശ്വസിക്കുന്നു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് 24,000 എന്ന ലെവലിലാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ പുട്ട് കോൾ റേഷ്യോ 1 മുകളിൽ പോയതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് സെന്റിമെന്റ്സ് രൂപപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ശനി ഞായർ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് ഈ ലെവലുകളൊക്കെ സമയം മാറി മറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.